വെൽക്കം ടു സ്മാർട്ട് റൂം. +2 കമ്പ്യൂട്ടർ കൊമേഴ്സിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഫസ്റ്റ് വരുന്ന ചാപ്റ്ററാണ് റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് C++നെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പം ഇതിൽ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. കുറച്ചായിട്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യുക. അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണണം, എന്നാലേ നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓരോ ചാപ്റ്ററും. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 2 കാര്യങ്ങൾ പറയാനാണ്. ഒന്ന് ക്യാരക്ടർ സെറ്റും ടോക്കൺസും. അപ്പോൾ ഇത് നിങ്ങൾ +1 പഠിച്ച കാര്യം തന്നെയാണ്, പക്ഷേ ഒന്നും കൂടെ ഈ +2 നമുക്ക് പറയുന്നുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 കാര്യത്തെക്കുറിച്ചിട്ടുള്ള ചെറിയൊരു ക്ലാസ് നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാവുന്നതാണ്. അപ്പം ഈ ചാനൽ പുതിയതായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ കമൻ്റായിട്ട് ചോദിക്കാം. അപ്പം ഇതിലെ 2 ടോപ്പിക്സ് ഞാൻ പറയുകയാണ്: ക്യാരക്ടർ സെറ്റ് ആൻഡ് ടോക്കൺസ്. ഫസ്റ്റ് വരുന്നത് ഓവർവ്യൂ ഓഫ് C++ എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് ക്യാരക്ടർ സെറ്റ്. ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ് ഓഫ് C++ ലാംഗ്വേജ്. C++ ലാംഗ്വേജിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആയിട്ടാണ് ക്യാരക്ടർ സെറ്റിനെ പറയുന്നത്. അത് നമുക്ക് പ്രധാനമായിട്ടും ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, വൈറ്റ് സ്പേസ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്നിങ്ങനെയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ A to Z, സ്മോൾ ലെറ്റർ A to Z. ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ 0 to 9 നമ്പേഴ്സാണ് ഡിജിറ്റ്സ് ആയിട്ട് പറയുന്നത്. വൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ സ്പേസ് ബാർ, ന്യൂ ലൈൻ, ടാബ് എന്നിവയാണ് വൈറ്റ് സ്പേസ് ആയിട്ട് കണക്കാക്കുന്നത്. സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ആഷ്, സെമികോളൻ, കോളൻ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ അങ്ങനത്തെ ക്യാരക്ടേഴ്സാണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ക്യാരക്ടർ സെറ്റ്, എന്താണ് ക്യാരക്ടർ സെറ്റ് എന്ന് ചോദിക്കുക. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആൻസർ ഇവിടെ എഴുതി കൊടുക്കുക. അതൊരു ഫണ്ടമെൻ്റൽ യൂണിറ്റ് ആണ്, അത് ഇത്രയും ടൈപ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ലെറ്റർ A to Z, ഡിജിറ്റ്സ്, വൈറ്റ് സ്പേസ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്നാണ് ക്യാരക്ടർ സെറ്റായിട്ട് ചോദിക്കുക. പിന്നെ വാട്ട് ഈസ് മീൻ ബൈ വൈറ്റ് സ്പേസ്, എന്താണ് വൈറ്റ് സ്പേസ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയേണ്ടത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ക്യാരക്ടർ സെറ്റ്. ദേ ആർ സ്പേസ് ബാർ, ന്യൂ ലൈൻ ആൻഡ് ടാബ്. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ടോക്കൺസ് എന്ന് പറഞ്ഞാൽ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് എ C++ പ്രോഗ്രാം. C++ പ്രോഗ്രാമിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്കിനെയാണ് എന്ത് പറയുക, ടോക്കൺസ് എന്ന് പറയുക. ദേ ആർ 5 ടൈപ്സ്. അപ്പോൾ ടോക്കൺസ് 5 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ കീവേഡ്സ്, സെക്കൻഡ് വൺ ഐഡൻറ്റിഫയേഴ്സ്, തേർഡ് വൺ ലിറ്ററൽസ്, ഫോർത്ത് വൺ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഫിഫ്ത്ത് വൺ പങ്ക്ച്വേറ്റേഴ്സ്. അങ്ങനെ 5 ടൈപ്പ് ഓഫ് ടോക്കൺസ് ആണ് നമുക്ക് C++ പ്രോഗ്രാംസിൽ പഠിക്കാനുള്ളത്. അപ്പം ഈ ടോക്കൺസ് എന്ന് പറയുന്നത് നമ്മളെ C++ പ്രോഗ്രാമിൻ്റെ ഒരു ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാംസൊക്കെ ഓരോന്നും സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇതിൽ ഫസ്റ്റ് വൺ കീവേഡ്സ് എന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് വേർഡ്സ് ദാറ്റ് കൺവേ സ്പെസിഫിക് മീനിങ് ടു ദ ലാംഗ്വേജ് കമ്പൈലർ. ഒരു റിസർവ്ഡ് വേർഡ്സ് ആണ് നമ്മളെ C++ലെ പ്രോഗ്രാമിലെ റിസർവ്ഡ് വേർഡ്സിനെയാണ് എന്ത് പറയുക, കീവേഡ്സ് എന്ന് പറയുക. അത് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളെ പ്രോഗ്രാം റൺ ചെയ്യുക, കമ്പൈൽ ചെയ്യുക. ഈ കീവേഡ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ആ പ്രോഗ്രാം റൺ ചെയ്യുക. അങ്ങനെ 63 കീവേഡ്സാണ് C++ലുള്ളത്. അതിന് എക്സാമ്പിൾ ഇൻറ്റ്, ഫ്ലോട്ട്, സ്വിച്ച്, വൈൽ
എന്നൊക്കെയാണ് കീവേഡ്സ് ആയിട്ട് പറയുന്നത്. +1 ക്ലാസ്സിൽ 63 കീവേഡ്സും നമ്മൾ ഓരോ ടേബിളായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പം അതിലുള്ള കുറച്ച് കീവേഡ്സാണ് ഞാൻ എക്സാമ്പിളായിട്ട് ഇവിടെ പറഞ്ഞത്. ഇൻറ്റ്, ഫ്ലോട്ട്, സ്വിച്ച്, വൈൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊരിക്കലും നമുക്ക് മാറ്റാൻ പറ്റാത്ത വേർഡ്സാണ്. അത് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മളെ ലാംഗ്വേജ് കമ്പൈൽ ചെയ്യുക. ആ വേർഡ് കീവേഡ്സാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 63 കീവേഡ്സ് ഉണ്ടാവും C++ പ്രോഗ്രാമിൽ. അപ്പം കീവേഡ്സ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടോക്കൺസ്. ഇനി സെക്കൻഡ് ടോക്കൺസ് ആണ് ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് to identify memory, location, statements, etc. And identifiers include variables, labels, function names. അപ്പം ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ആയിരിക്കും. അതായത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന വേർഡ്സാണ്. എന്തിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാം? മെമ്മറി ലൊക്കേഷൻസിനെയും സ്റ്റേറ്റ്മെൻറ്റ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യാം. അതേപോലെ തന്നെ വേരിയബിൾസ്, ലാബിൾസ്, ഫങ്ഷൻ നെയിംസിനെയൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ഉപയോഗിച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് എക്സാമ്പിളാണ് സം1 അണ്ടർസ്കോർ ഫസ്റ്റ് നമ്പർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സം1 അണ്ടർസ്കോർ ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തത്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഓരോ പ്രോഗ്രാമിനും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഓരോ ഐഡൻറ്റിഫയേഴ്സ് എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യാം. ഈ ഐഡൻറ്റിഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ പേര് കൊടുക്കുമ്പം, അതായത് ഐഡൻറ്റിഫയേഴ്സിന് നമ്മൾ പേര് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി നമുക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം റൂൾ ഫോർ നെയിമിങ് ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയേഴ്സ് നെയിം ചെയ്യാനുള്ള കുറച്ച് റൂൾസാണ്. ഫസ്റ്റ് വണ്ണാണ് ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ലെറ്റർ ഓർ അണ്ടർസ്കോർ. നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ലെറ്റർ എപ്പോഴും ക്യാരക്ടർ എപ്പോഴും എന്തായിരിക്കണം? ലെറ്ററോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ ആയിരിക്കണം. അതായത് നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഒന്നെങ്കിൽ ലെറ്റർ വെച്ചിട്ടായിരിക്കണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ വെച്ചിട്ടായിരിക്കണം. ഈ രണ്ട് ഓപ്ഷനിലാണ് നമുക്ക് ഒരു ഐഡൻറ്റിഫയേഴ്സ് എഴുതുക. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയതെല്ലാം ശരിയല്ലേ? ഫസ്റ്റ് നം എന്ന് പറയുന്നിടത്ത് എന്തുണ്ട്? ലെറ്റർ ഉണ്ട്. സം1 എന്ന് പറയുന്നിടത്തും ലെറ്റർ ഉണ്ട്. അണ്ടർസ്കോർ ഫസ്റ്റ് എന്നിടത്ത് അണ്ടർസ്കോർ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്പർ എന്ന് പറയുന്നിടത്ത് ഉണ്ട്. അപ്പോൾ എല്ലാം ശരിയല്ലേ? അപ്പോൾ ഐഡൻറ്റിഫയേഴ്സിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ ക്യാരക്ടർ ലെറ്റർ ആയിരിക്കണം, അതേപോലെ തന്നെ അണ്ടർസ്കോറോ ആയിരിക്കണം. ഇതിലേതെങ്കിലും ഒന്നായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക? ഐഡൻറ്റിഫയർ സ്റ്റാർട്ട് ചെയ്യുമ്പം കൊടുക്കേണ്ടത്. ഇനി സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് വൈറ്റ് സ്പേസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടർ ആർ നോട്ട് അലൗഡ്. വൈറ്റ് സ്പേസും സ്പെഷ്യൽ ക്യാരക്ടേഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ഐഡൻറ്റിഫയേഴ്സിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് വൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്പേസ് ബാർ, ന്യൂ ലൈന്, ടാബ് എന്ന് പറയുന്ന സംഭവങ്ങളാണ്. അതൊന്നും നമുക്ക് ഈ ഐഡൻറ്റിഫയേഴ്സിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ആഷ്, സെമി കോളൻസ്, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ബ്രേസസ്, അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഐഡൻറ്റിഫയേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ രണ്ട് റൂൾസ് മനസ്സിലായില്ലേ? അപ്പം ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ലെറ്ററോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ ആയിരിക്കണം. പിന്നെ രണ്ടാമത്തേത് വൈറ്റ് സ്പേസ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി നാലാമത്തെ റൂൾസാണ്. ഒന്നാമത്താണ് കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ്. കീവേഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? യൂസ് ചെയ്യാൻ കഴിയില്ല. ഒരു ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് നമുക്ക് കീവേഡ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻറ്റ്, ഫ്ലോട്ട്, വൈൽ, ഡു വൈൽ, അങ്ങനെ 63 കീവേഡ്സ് ഉണ്ട് C++ൽ. അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് കൊടുക്കണമെങ്കിൽ ആ കീവേഡ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ്. ഇനി അടുത്തതാണ് അപ്പർ ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് സെപ്പറേറ്റ്ലി. നമ്മൾ അപ്പർ കേസ്, ലോവർ കേസ് എന്ത് ചെയ്യണം? ട്രീറ്റ് ചെയ്യുന്നത് വേറെ വേറെ ആയിട്ടായിരിക്കണം. അതായത് നമ്മളിപ്പം ഡിക്ലെയർ ചെയ്തത് സ്മോൾ ലെറ്റർ ആണെങ്കിൽ പ്രോഗ്രാം മൊത്തം ആ സ്മോൾ ലെറ്ററിൽ തന്നെ ഐഡൻറ്റിഫയേഴ്സ് നമ്മൾ കൊടുക്കണം. അതേപോലെ ക്യാപിറ്റൽ ലെറ്ററിലാണ് നമ്മൾ കൊടുത്തതെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ നമ്മൾ ഐഡൻറ്റിഫയേഴ്സിനെ കൊടുക്കണം. അപ്പം അത് ശ്രദ്ധിക്കാം. ഇനി അടുത്ത ടോക്കൺസ് ആണ് ലിറ്ററൽസ്, അല്ലേ? ലിറ്ററൽസ് എന്ന് പറയുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് ലിറ്ററൽസ്. ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂസാണ് ലിറ്ററൽസ്. നമ്മൾ പ്രോഗ്രാമിൽ നമുക്ക് ആ വാല്യൂസ് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ മാറ്റാൻ പറ്റില്ല. അങ്ങനത്തെ ടോക്കൺസാണ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്ലാസിഫൈഡ് ഇൻറ്റു ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്. അവിടെ ഡിജിറ്റ്സ് ആയിട്ടാണ് ഉണ്ടാവുക. ഡിജിറ്റ്സ് എന്ന് പറയുന്നത് നമ്പേഴ്സാണ്. എക്സാമ്പിൾ നമ്പേഴ്സ് ആയിട്ടുള്ള ലിറ്ററൽസിനെയൊക്കെ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കും. സെക്കൻഡ് വൺ ആണ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻറ്റ്, അതായത് ഫ്രാക്ഷണൽ നമ്പേഴ്സ്. ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2.34 പോലത്തെ നമ്പേഴ്സാണ് ഫ്രാക്ഷണൽ നമ്പേഴ്സ്, അതായത് പോയിൻറ്റ് നമ്പേഴ്സ് ആയിരിക്കും
ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് വണ്ണാണ് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ക്യാരക്ടേഴ്സ് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നതാണ് ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. അതായത് സിംഗിൾ കോഡ്സിലായിരിക്കും ഉണ്ടാവുക. ഇനി നാലാമത്തതാണ് സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ്. സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ 2 or more ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നതിനാണ് സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ് ഡബിൾ കോഡ്സിലായിരിക്കും എന്ത് ചെയ്യുക, ഡിനോട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലിറ്ററസിൽ പറയുന്നത്. ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് സിമ്പിൾസ് ദാറ്റ് റെപ്രസെൻറ്റ് സം ഓപ്പറേഷൻസ്. ഓപ്പറേഷൻസിൽ സിമ്പിൾസ് റെപ്രസെൻറ്റ് ചെയ്തിട്ടായിരിക്കും ഓപ്പറേഷൻസ് കാണപ്പെടുന്നത്. അത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് യൂണറി, ബൈനറി ആൻഡ് ടെർണറി എന്ന ഫോമിലായിരിക്കും. പിന്നെ ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അനദർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, റിലേഷൻസ് ഓപ്പറേഷൻ ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവൈഡഡ് ബൈ, മോഡുലസ് എന്നീ ഓപ്പറേഷൻസ് ആണ്. റിലേഷണൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു എന്നീ ഓപ്പറേഷൻസ് ആണ് റിലേഷണൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് ലോജിക്കൽ ഓപ്പറേഷൻ. ആൻഡ്, ഓർ, നോട്ട് എന്ന് പറയുന്ന ഓപ്പറേഷൻസ് ആണ് ലോജിക്കൽ ഓപ്പറേഷൻസ്. ഇത് ക്ലാസിഫൈ ചെയ്തത് ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ഓപ്പറേഷൻസ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇൻക്രിമെൻ്റ് ഓപ്പറേഷൻ, ഡിക്രിമെൻ്റ് ഓപ്പറേഷൻ, അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേഷൻ എന്ന രീതിയിലൊക്കെ ഓപ്പറേറ്റേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് പ്ലസ് പ്ലസ്, ഡിക്രിമെൻ്റ് എന്ന് പറയുന്നത് മൈനസ് മൈനസ്. അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഇവിടെ പറഞ്ഞല്ലോ, പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവൈഡ് ബൈ, മോഡുലസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ഒരു ഈക്വൽ ടു ചിഹ്നം യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് വണ്ണാണ് പങ്ക്ച്വേറ്റേഴ്സ്. പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സാണ്. നമ്മൾ പ്രോഗ്രാമിൽ C++ പ്രോഗ്രാമിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സിനെയാണ് എന്ത് പറയുക, പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുക. അതായത് നമ്മൾ കൊടുക്കുന്ന കോമ, സെമി കോളൻ, ആഷ്, അതേപോലെ തന്നെ ബ്രേസസ്, ബ്രാക്കറ്റുകൾ, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് പങ്ക്ച്വേറ്റേഴ്സ് എന്നറിയപ്പെടുന്നത്. പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത് C++ലെ ലാസ്റ്റ് ടോക്കൺസ് ആണ്. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ ക്യാരക്ടേഴ്സായിട്ട് കാണുന്നതെല്ലാം എന്താണ്, പങ്ക്ച്വേറ്റേഴ്സ് ആണ്. ഇനി ഇതിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി ഫോളോയിങ് C++ ടോക്കൺസ്. ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൽ ടോക്കൺസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എ കണ്ടോ, വെൽക്കം എന്ന് പറയുന്നത് എന്ത് ടോക്കൺസാണ്. അപ്പോൾ ടോക്കൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ആ 5 വേർഡ്സ് മാത്രമേ ആൻസറായിട്ട് വരുള്ളൂ. അപ്പോൾ ആദ്യത്തെ നമ്മൾ കണ്ടു സ്ട്രിങ് ടൈപ്പാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക, ലിറ്ററൽസിലെ ഒരു സ്ട്രിങ് ലിറ്ററൽസ് ആണ്. അപ്പോൾ അത് ലിറ്ററൽസ് എന്ന് പറയുന്ന ടോക്കൺസ് ആണ്. പിന്നെ രണ്ടാമത്തേത് കണ്ടോ, ഇൻഡ് എന്ന് പറയുന്നത്, ബി എന്ന് പറയുന്നത് ഇൻഡാണ്. ഓക്കെ, അപ്പോൾ ഇൻഡിൽ നമ്മൾ പറയുന്നത് എന്താണ്, നമ്മളെ കീവേഡ്സാണ് അല്ലേ. 63 കീവേഡ്സിൽ ഒരു കീവേഡാണ് ഇൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തതാണ് ലെസ് ദാൻ ഈക്വൽ ടു എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ഓപ്പറേറ്ററാണ്, നമുക്കറിയാം അല്ലേ. അപ്പോൾ അത് ഓപ്പറേറ്ററിൽ പെടും. പിന്നെ ഡി എന്ന് പറയുന്നത് ++ആണ്, അതും ഓപ്പറേറ്റേഴ്സിൽ പെടും. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഡാഷ് ഓപ്പറേറ്റർ ഈസ് ദി അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഏതാണ് ഈ ഓപ്ഷൻ എന്നുള്ളത് കണ്ടുപിടിക്കാൻ. അപ്പോൾ നിങ്ങൾ ഇതിൽ നോക്കൂ, ഏതാ ഓപ്പറേറ്റേഴ്സ് എന്ന് കണ്ടോ. അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് പ്ലസ് ഈക്വൽ ടു എന്നുള്ളതാണ് അല്ലേ. അരിത്തമെറ്റിക്കൽ പ്ലസ് ഈക്വൽ ടു, ഇൻറ്റു ഈക്വൽ ടു, ഡിവൈഡ് ബൈ ഈക്വൽ ടു, മോഡുലസ് ഈക്വൽ ടു എന്നീ ഓപ്പറേഷനാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഏതാ പറയുന്നത്, സി എന്ന് പറഞ്ഞ ഓപ്ഷൻ പ്ലസ് ഈക്വൽ ടു എന്നായിരിക്കും ആൻസറായിട്ട് കിട്ടുക. ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമ്മൾ വരാം. ഇപ്പം 2 ടോപ്പിക്കാണ് പറഞ്ഞിട്ടുള്ളത്, ക്യാരക്ടർ സെറ്റും ടോക്കൺസും. അതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.